പിന്നെ പറയുകയാണെങ്കിൽ നീറ്റ് ശരിക്കും ഒരു ലൂപ്പാണ്. നമ്മൾ ആദ്യത്തെ കൊല്ലം നമ്മളിതിൽ ഇറങ്ങും. മീൻസ് ഒരു സയൻസ് എടുത്ത കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടീന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് തന്നെയാണ്. ഒട്ടുമിക്ക കുട്ടികൾ റിപ്പീറ്റേ ചെയ്യുള്ളൂ. അതിലൊരു 80% കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുള്ളൂ. 20% കുട്ടികളെ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണുള്ളൂ. അപ്പം ഈ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ ഒരു കൊല്ലം ആ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മാറ്റി വെച്ച് പോവാണ്. അപ്പൊ ഈ കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാലും റിസൾട്ട് കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. പിന്നീട് അതൊരു നമ്മളെന്തായാലും അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കൊല്ലം കഴിഞ്ഞു, കുറച്ച് റിസൾട്ട് മാർക്ക് കുറവാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ എന്തായാലും വർക്ക് ചെയ്തു, അപ്പൊ ഇതിന്റെ അടുത്ത് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒന്നുകൂടി ട്രൈ ചെയ്യണം. അപ്പൊ ആ കൊല്ലം തന്നെ ആയിരിക്കും അവസ്ഥ. പിന്നെ നമ്മൾ വിചാരിക്കും ഒന്നുകൂടി ട്രൈ ചെയ്യും. അങ്ങനെ അത് നീണ്ടു പോവാണ്. പിന്നെ നമ്മളൊരു വാശിയാവും, കാരണം ഇത്രയും വർഷം പോയില്ലേ എന്നുള്ളൊരു ഇതാവും. പിന്നെ വേറൊരു കോഴ്സിന് പോകാനോ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നീറ്റ് അല്ലാണ്ട് ഇപ്പൊ മെഡിക്കൽ അല്ലാണ്ട് വേറൊരു സാധനത്തിന് നമുക്ക് തീരാനും തോന്നില്ല. ഇതുമ്പോ തന്നെ ഇരുന്ന് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നീറ്റിന്റെ പേപ്പർ ലീക്ക് ആവുക. അപ്പൊ നമ്മള് എങ്ങനെ ഇതൊക്കെ ചെയ്യും? ഇതൊക്കെ നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്ന്. പിന്നെ നോക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓരോരോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളാരെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല. പിന്നെ നമ്മൾ ആ കേൾക്കുന്ന ന്യൂസ് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്ന നീറ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ന്യൂസ് നീറ്റിനെ പറ്റിയാ. അപ്പൊ നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്താ? നീറ്റിന്റെ പേപ്പർ ലീക്ക് ആവുന്നു, നീറ്റ് കാരണം കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു. അതും നമ്മളെ ഫോൺ തുറക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. പേടിയാവുന്നൊരിത്.